Very good morning, my dear students. This is Jay Krishnadas, vocational teacher and CAAP, TTTM VHSS, Vadashirikara. So in the last few sessions, we have been discussing about the conceptual framework of accounting. നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? വാട്ട് ഈസ് അക്കൗണ്ടിങ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്? What are the rules of debit and credit, etc. അല്ലെ? നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നും അതിന്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും അതുപോലെ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ടേംസുകൾ, അതുപോലെ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നതിന്റെ റൂൾസുകൾ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടായി. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് what are the principles used in accounting, the concept and conventions of accounting, etc. So let us see one by one. So in the previous sessions, we could understand that accounting is the language of business. അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഷയാണ് എന്നുള്ളത്. ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ലോകത്ത് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഒരേ രീതിയിലുള്ള റൂൾസും പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള ഒരു ഇൻവെസ്റ്റർക്ക് അമേരിക്കയിലുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അതിനായി ആദ്യം ആശ്രയിക്കുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനിയുടെ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആയിരിക്കും. പക്ഷെ ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് റൂൾസും പ്രിൻസിപ്പിൾസും അല്ല അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒന്നും തന്നെ മനസ്സിലായി എന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും എടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം റൂൾസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പൊതുവായി അംഗീകരിച്ച ഒരു കൂട്ടം പ്രിൻസിപ്പിൾസിനെ അഥവാ തത്വങ്ങളെ വിളിക്കുന്ന പേരാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അഥവാ GAAP, ഗ്യാപ് എന്നുള്ളത്. സോ ഇൻ ഷോർട്ട്, ഗ്യാപ് ഓർ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് generally accepted by the financial bodies and institutions all over the world for the preparation of accounting reports. അല്ലെ? അപ്പോൾ ഗ്യാപ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്താകമാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബോഡീസ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കാം. സോ we have to study all these principles in detail. So we can classify the generally accepted accounting principles or GAAP in 4 categories. That is, first one, accounting concepts or assumptions. Second one is accounting principles and conventions. Third one is modifying principles and fourth is accounting standards. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ 4 തരത്തില് generally accepted accounting principles-നെ നമുക്ക് തിരിക്കാം. സോ അക്കൗണ്ടിംഗ് അസംഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ നമ്മൾക്ക് 4 എണ്ണമാണ് പഠിക്കാനായിട്ടുള്ളത്. അതായത് അക്കൗണ്ടിങ്ങിന്റെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ നമുക്ക് 4 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടാമത്തേത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മൂന്നാമത്തേത് ഗോയിങ് കൺസേൺ ആൻഡ് ഫൈനൽ വൺ അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. ഇങ്ങനെ 4 കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡ്യുവൽ ആസ്പെക്ട്, രണ്ടാമത്തേത് വെരിഫയബിലിറ്റി, മൂന്നാമത്തെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിള്, നാലാമത്തേത് റവന്യൂ റെക്കഗ്നിഷൻ, അഞ്ചാമത്തേത് മാച്ചിങ് പ്രിൻസിപ്പിൾസ്, ആറാമത്തേത് കൺസർവേറ്റിസം, പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേറ്റിസം, ഏഴാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഇങ്ങനെ 7 പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ആണ്. 6 മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി, രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, മൂന്നാമത്തേത് പ്രൂഡൻസ് പ്രിൻസിപ്പിൾസ്, നാലാമത്തേത് ടൈംലിനെസ്, അഞ്ചാമത്തേത് സബ്സ്റ്റാൻസ് ഓവർ ഫോം,
ഇനി ആറാമത്തേത് ഈ പ്രിൻസിപ്പിൾസിലൊക്കെ വന്നിരിക്കുന്ന വേരിയേഷൻസ് ആണ്. അപ്പം വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആറാമത്തേതായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ടുള്ള അടുത്തത് ഏതാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRS-ഉമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് ഇത് ഓരോന്നും ആദ്യമായിട്ട് അക്കൗണ്ടിങ് കൺസെപ്റ്റും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. So let us see the first main heading of GAAP, that is accounting concept or accounting assumptions. Accounting assumptions or concepts are the basic ideas upon which the accounting is based. Accounting base ചെയ്യുന്ന ഒരു കൂട്ടം ആശയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? സങ്കല്പം എന്നർത്ഥമുണ്ട് അല്ലെ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരണ, അനുമാനം എന്നൊക്കെ അർത്ഥമാക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു കൂട്ടം ഐഡിയാസിന്റെ അല്ലെങ്കിൽ അസംഷൻസിന്റെ അല്ലെങ്കിൽ കൺസെപ്റ്റ്സിന്റെ ബേസിലാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ നിലനിൽക്കുന്നത്. ദീസ് അസംഷൻസ് പ്രൊവൈഡ് ഫൗണ്ടേഷൻ ഫോർ ദ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു അടിത്തറയായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ അസംഷൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ് us discuss the first assumption, that is accounting entity concept or business entity concept. So ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. This concept says that the owner is different from business or they are separate entity. ഈ കൺസെപ്റ്റിൽ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? ഓണറും ബിസിനസ്സും രണ്ട് അസ്തിത്വങ്ങളാണ്, രണ്ട് വ്യക്തികളായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ബി സീൻ ഫ്രം ദ ബിസിനസ് ആംഗിൾ ആൻഡ് നോട്ട് ഫ്രം ഓണർ. എല്ലാ ട്രാൻസാക്ഷനും, ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ബിസിനസിന്റെ കണ്ണിൽ കൂടെ, ബിസിനസിന്റെ ആംഗിളിൽ വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ നോക്കി കാണുവാനായിട്ട്. അടുത്ത പറയുന്നത് ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് ദ ക്രെഡിറ്റർ ഓഫ് ദ കമ്പനി ടു ദ എക്സ്റ്റെന്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. ഒരു ഓണർ അതിന്റെ ബിസിനസ്സിലേക്ക് എത്ര മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത മൂലധനത്തിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്യണം? ഓണറെ അതിന്റെ ക്രെഡിറ്റർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ബിസിനസ് അതിന്റെ കടക്കാരനായിട്ട് വേണം ഓണറെ കൺസിഡർ ചെയ്യാനായിട്ട്. കാരണം എന്താ? ഓണറും ബിസിനസ്സും രണ്ടും രണ്ട് എൻറ്റിറ്റീസ്, രണ്ട് വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ബിസിനസ് ആണെന്നിരിക്കട്ടെ, നമ്മൾ പൈസ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? നമ്മൾ ആ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ആ ബിസിനസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നു ആ പൈസ അല്ലെ. ബിസിനസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ എന്ത് ചെയ്യണം? ഒരു കാലത്ത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? തിരിച്ചു കൊടുക്കേണ്ട പൈസയെ നമ്മൾ എന്തായിട്ടാണ് കാണുക? ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡില് ക്യാപിറ്റല് കാണിക്കുന്നു. ഓണറിന്റെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിനെ ഒരു ബാധ്യതയായിട്ട് കാണുന്നത്. അടുത്തത് പറയുന്നു, നെവർ മിക്സ് ദ പേഴ്സണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓണർ ടു ദ ബിസിനസ്. ഒരു കാരണവശാലും ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ബിസിനസിന്റെ അഫയേഴ്സിൽ മിക്സ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാം. ഉദാഹരണത്തിന് ഓണർ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തെന്നിരിക്കട്ടെ, ആ കാര്യങ്ങളൊന്നും നമ്മൾ ബിസിനസ്സിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ആ ട്രാൻസാക്ഷൻസ് ഒന്നും ബിസിനസ്സിൽ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ബിസിനസിന്റെ ആംഗിളിൽ കൂടെ മാത്രമേ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. So we can say that we are going to prepare the books of accounts only for business and not for owners. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നമ്മൾ ഓണേഴ്സിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഓണർ മേ ഹാവ് വേരിയസ് ബിസിനസ്, but every business will have its own set of books of accounts. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഓണർക്ക് ധാരാളം ബിസിനസ് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ ബിസിനസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക.
ഒരു ബുക്കിൽ അത് എഴുതാൻ പാടില്ല. ഓരോ ബിസിനസ്സിന് എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാനായിട്ട് പ്രധാന കാരണം. ഇപ്പൊ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, transactions involving money or money's worth will be recorded in the books of accounts. ഈ കൺസെപ്റ്റ് പറയുന്നത് എന്താണ്? മണി കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനം തുടർച്ചയായിട്ട് നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് എംപ്ലോയീസിന്റെ പ്രവർത്തന ഫലമായിട്ട് ആ വർഷം അതിന് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾക്കറിയാം ആ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൊണ്ടാണ് ആ ബിസിനസ്സിന് ലാഭം ഉണ്ടായത് എന്ന്. പക്ഷെ നമുക്ക് ആ ഒരു എഫിഷ്യൻസി നമുക്ക് ഒരു കാരണവശാലും അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ സാലറിയിൽ നമ്മൾക്ക് കാണിക്കാം, പക്ഷേ ആ എഫിഷ്യൻസി അക്കൗണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടാവും ഒരു സ്ഥാപനത്തിൽ, അല്ലെ? അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിന് കൂടുതൽ സെയിൽ ഉണ്ടായി അതിന് ധാരാളം പ്രോഫിറ്റ് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയുടെ ബേസിലാണ് ആ കമ്പനിക്ക് സെയിൽ ഉണ്ടായത് അല്ലെങ്കിൽ ലാഭം ഉണ്ടായത് എന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം, പക്ഷെ അത് പണപരമായിട്ട് ഉള്ളതല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ ലാഭം മാത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു സെല്ലിംഗ് പ്രൈസ് മാത്രമേ നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ റവന്യൂ മാത്രമേ നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Let us move to the next concept, that is going concern concept. So as per this concept, we assume that the business will continue for a long time. There is no intention to close down the business in a short period. അപ്പോൾ ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ധാരാളം കാലത്തേക്ക് ലോങ് ടൈമിലേക്ക് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അക്കൗണ്ട് ചെയ്യാനായിട്ട്, ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യാനായിട്ട്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരിക്കലും അത് സമീപ ഭാവിയിൽ തന്നെ ക്ലോസ് ഡൗൺ ചെയ്യും എന്നുള്ള രീതിയിലല്ല നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം ബിസിനസ്സിലേക്ക്. ആ ഫർണിച്ചർ നമ്മൾക്കറിയാം ഒരു വർഷമല്ല ധാരാളം വർഷത്തേനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഫർണിച്ചറിന്റെ ബെനിഫിറ്റ് ധാരാളം വർഷത്തേന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ യൂസ്ഫുൾ പീരീഡിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, അതുപോലെ തന്നെ ലോൺ എടുക്കുമ്പോഴാണെങ്കിലോ ഒരു ബാധ്യതയാണെങ്കിലോ ലോങ് ടൈമിലോട്ടുള്ള ബാധ്യതയാണെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റി ആയിട്ടും ഇനി ഷോർട്ട് ടൈമിലേക്കുള്ള ലൈബിലിറ്റി ആണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ടും ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. So I suppose you could understand this concept very well. So let us move to the next concept, that is accounting period concept. So ഈ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിന് നമ്മൾ മറ്റൊരു പേരൂടെ പറയും. അതെന്താണ്? കൺസെപ്റ്റ് ഓഫ് പീരിയോഡിസിറ്റി. ഇപ്പോൾ കൺസെപ്റ്റ് ഓഫ് പീരിയോഡിസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. This concept says that there should be a time period over which we need to do the assessment or performance evaluation. അപ്പോൾ നമ്മളുടെ ബിസിനസ് സ്ഥാപനം വളരെ കാലത്തേന് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ബിസിനസിന്റെ ക്ലോസ് ഡൌണിന് ശേഷം നമ്മൾക്ക് അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് അസസ് ചെയ്താൽ മതിയോ? പോരാ, അല്ലെ? അപ്പം ബിസിനസ് അവസാനിക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് അസസ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ശരിയല്ല, അല്ലെങ്കിൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് എന്താ പറയുക? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ദ ലൈഫ് ഓഫ് ആൻ എന്റർപ്രൈസ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ പീരിയഡ്സ് വിച്ച് ഈസ് കോൾഡ് അക്കൗണ്ടിംഗ് പീരീഡ്. സോ ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ബിസിനസിന്റെ എൻറ്റയർ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ പീരീഡ്സുകളായിട്ട് ബ്രോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഈ പീരീഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അക്കൗണ്ടിംഗ് പീരീഡ് എന്നുള്ളത്. സോ നമുക്ക് ജനറലി അറിയാം അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു വർഷത്തിന്റെ 1 ഏപ്രിൽ മുതൽ അടുത്ത വർഷം 31 മാർച്ച് വരെയുള്ള 12 മാസമാണ്, അല്ലെ? ഈ 12 മാസത്തിന് ശേഷമാണ് നമ്മൾ ബിസിനസിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ്
the period for which the profit and loss account and balance sheet is prepared is known as accounting period. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ പീരീഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അക്കൗണ്ടിംഗ് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ജനറലി അക്കൗണ്ടിംഗ് പീരീഡ് 1st April മുതൽ 31st March വരെയാണ്. So the main objective of this concept is to know the performance of the enterprise at regular intervals. അപ്പോൾ ഈ കൺസെപ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഓരോ റെഗുലർ ഇന്റർവെലിനുള്ളിലും ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ആ സ്ഥാപനത്തിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഈ കൺസെപ്റ്റുകളെല്ലാവരും അസംഷൻസ്, ഈ 4 അസംഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കട്ടെ. സോ ലെറ്റ് us discuss the second main heading of the GAAP, that is accounting principles or conventions. So accounting principles or conventions means the accounting procedures and practices followed by accountants universally. അപ്പൊ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കൂട്ടം പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് എന്ന് പറയും. എന്താ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സമ്പ്രദായങ്ങൾ അല്ലെ. പ്രാക്ടീസസ് എന്ന് പറഞ്ഞാലോ അതിന്റെ പ്രായോഗികത അല്ലെങ്കിൽ നടത്തിപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ലോകമെമ്പാടുമുള്ള അക്കൗണ്ടൻസ് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം പ്രൊസീജിയേഴ്സിനെയും പ്രാക്ടീസസിനെയും പറയുന്ന പേരാണ് എന്താണ്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്നുള്ളത്. സോ ഈ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഏതൊക്കെയാണെന്നുള്ളവരെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഡ്യുവൽ ആസ്പെക്ട് എന്നുള്ളതാണ്. അപ്പം ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 aspects, എ ഡെബിറ്റ് ആസ്പെക്ട് ഓർ റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് എ ക്രെഡിറ്റ് ആസ്പെക്ട് ഓർ ഗിവിംഗ് ആസ്പെക്ട്. അപ്പം ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ട്. അതൊന്ന് ഡെബിറ്റ് ആസ്പെക്ട് അല്ലെങ്കിൽ റിസീവിംഗ് ആസ്പെക്ട് ആണ്. രണ്ടാമത് എന്താണ്? ക്രെഡിറ്റ് ആസ്പെക്ട് ഓർ ഗിവിംഗ് ആസ്പെക്ട് ആണ്. അപ്പം ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വശങ്ങളിൽ നിന്ന് നമുക്ക് ധരിക്കാം അല്ലെ. അപ്പം ഒരു റിസീവിംഗ് ആയിട്ടുള്ള ഒരു വശമുണ്ട്, ഒരു ഗിവിംഗ് ആയിട്ടുള്ള വശവും ഏത് ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയാം. സോ ദ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റഡ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റഡ്. അപ്പോൾ എല്ലായ്പ്പോഴും the total amount debited is always equal to the total amount credited. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന അതേ എമൗണ്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നതും. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹10,000. അപ്പോൾ നമ്മൾക്ക് എന്താ സംഭവിച്ചു? നമ്മൾ ഫർണിച്ചർ 10,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെ. അപ്പൊ പർച്ചേസ് ചെയ്തപ്പോൾ റിസീവിംഗ് ആസ്പെക്ട് എന്താണ്? ഫർണിച്ചർ ആണ് റിസീവിംഗ് ആസ്പെക്ട്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു? 10,000 rupeesന്റെ ഫർണിച്ചർ വന്നു അല്ലെ. അപ്പൊ എന്താണ് ഗിവ് ചെയ്തത്? പോയത് എന്താണ്? 10,000 rupees ക്യാഷ് പോയി അല്ലെ. അതുപോലെ നമുക്കൊരു സംഭവിക്കുക ഒരു കാര്യം കൂടെ. ഇതേ ട്രാൻസാക്ഷനിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്രെഡിറ്റ് ₹10,000 എന്നാണെങ്കിലോ, അപ്പോൾ നമ്മൾ ഫർണിച്ചർ റിസീവിംഗ് ആസ്പെക്ട് നമുക്ക് അവിടെ ഉണ്ട് അല്ലെ. ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു 10,000 rupeesന്റെ. അപ്പൊ ഗിവിംഗ് ആസ്പെക്ട് എന്തായിരിക്കും അവിടെ? അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റഡ് ആയി, ശരിയാണോ? അതായത് നമ്മൾ 10,000 rupees വാങ്ങിച്ച ആൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് വന്നു ചേർന്നു? ബാധ്യത വന്നു ചേർന്നു. ദ ലയബിലിറ്റി ടു ഗിവ് മണി ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ അല്ലെ. അപ്പോൾ ആ ഒരു ലയബിലിറ്റിയാണ് അവിടുത്തെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത്, അതായത് ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ₹10,000 ഫ്രം മിസ്റ്റർ എ എന്നാണ് എങ്കിൽ ഇതിന്റെ റിസീവിംഗ് ആസ്പെക്ട് എന്തായിരിക്കും? ഫർണിച്ചർ ആയിരിക്കും അല്ലെ. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. ഇനി ഗിവിംഗ് ആസ്പെക്ട് എന്തായിരിക്കും? അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്ട് എന്തായിരിക്കും? മിസ്റ്റർ എ എന്നുള്ളതായിരിക്കും. ആ ആളുടെ പേരാണ് നമ്മൾ അവിടെ ഗിവിംഗ് ആസ്പെക്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത്. ഇവിടെ ഒരു അസറ്റ് വന്നു, അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഒരു ലയബിലിറ്റിയും കൂടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്നുള്ളത്. അപ്പൊ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനവും ബാധ്യതകളും കൂടുന്നതിന് തുല്യമായിട്ടായിരിക്കും എന്തുണ്ടാവുക? അസറ്റും ഉണ്ടാവുക എന്നുള്ളത്. സോ ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ ഡ്യുവൽ ആസ്പെക്ട്. അപ്പം ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിൽ നിന്നാണ് എന്തുണ്ടായത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. സോ ലെറ്റ് us move to the second principle, that is principle of verifiability അല്ലെങ്കിൽ verifiability and objective of evidence. സോ എന്താണ് ഈ പ്രിൻസിപ്പിൾസ് പറയുന്നതെന്ന് നോക്കാം. These principles state that the accounting data
provided in the books of accounts should be verifiable and dependable. So, എന്താ പറയുന്നത്? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഡാറ്റ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? അത് തീർച്ചയായിട്ടും നമുക്ക് വേരിഫയബിൾ ആയിരിക്കണം. അതായത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നവണ്ണമായിരിക്കണം. സോ അത് ഡിപ്പെൻഡബിൾ ആയിരിക്കണം എന്ന് പറയുന്നു, അല്ലെ? അത് വിശ്വസനീയമായിരിക്കണം എന്നൂടെ പറയുന്നു. അത് എങ്ങനെ സാധ്യമാകും? The figures established in the financial statements should have supportive evidence such as bills, vouchers and other source documents depends on the transaction. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ ഫിഗറിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പറയുക. അത് ഏതാണ് ഈ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാവാം? നമ്മൾക്കറിയാം, പർച്ചേസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? നമ്മൾക്കൊരു ബില്ല് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതിന് തെളിവ് എന്താണ്? ആ ഒരു ബില്ലാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സോഴ്സ് ഡോക്യുമെന്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ ബില്ല് കൊടുക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതും എന്താണ്? ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു ഫീ പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? അത് റെസിപ്റ്റ് ആണ്, അല്ലെ? സോ ആ റെസിപ്റ്റിന് നമുക്ക് എന്താണ്? ആ ഫീ പേയ്മെന്റ് നടത്തി എന്നുള്ളതിന്റെ തെളിവായിട്ട് സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഇനി നമ്മളൊരു പ്ലോട്ട് മേടിച്ചു എന്നിരിക്കട്ടെ, ആധാരം, ഇല്ലേ, അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ് നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. So historical cost principle states that all transactions should be recorded in their acquisition cost or cost price. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുമ്പോഴും നമ്മൾക്ക് ആക്ച്വൽ സ്പെൻഡ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണോ അല്ലെങ്കിൽ ചിലവ് എത്രയാണോ ആ തുക വേണം നമ്മളവിടെ രേഖപ്പെടുത്തുവാനായിട്ട് എന്നുള്ളതാണ്. സോ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ്. അപ്പൊ എന്തായിരിക്കണം അതിലെ വില? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, നമ്മൾ വാങ്ങുന്ന വിലയായിരിക്കണം ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് മേ ബി ഹൈ ഓർ ലോ, ബട്ട് ദ ആക്ച്വൽ എമൗണ്ട് ദാറ്റ് വി സ്പെൻഡ് ടു ബി അക്കൗണ്ടഡ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ചിലപ്പോൾ എന്താവാം? അത് ചിലപ്പം ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് ചിലപ്പോൾ കൂടിയിരിക്കാം, അല്ല എന്നുള്ളതിന്റെ കുറഞ്ഞിരിക്കാം. പക്ഷെ നമ്മൾ എന്തായിരിക്കണം എൻട്രി ചെയ്യേണ്ടത്? നമ്മൾ ആക്ച്വൽ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കിയോ അതായിരിക്കണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ 12 lakh rupees ആണ്. പക്ഷേ നമ്മൾ അത് 13 lakh rupees മേടിക്കുകയാണ് എന്നിരിക്കട്ടെ. നമ്മൾ ഏത് പ്രൈസ് ആയിരിക്കും അക്കൗണ്ട് ചെയ്യേണ്ടത്? നമ്മളുടെ കയ്യിൽ നിന്ന് 13 lakhs പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ 13 lakh rupees ആയിരിക്കണം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആ ഒരു ലാൻഡിന്റെ പർച്ചേസിംഗ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ അക്വിസിഷൻ കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് അക്വിസിഷൻ കോസ്റ്റ് ആയിരിക്കണം നമ്മൾ അവിടെ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. സോ ലെറ്റ് us move to the next principle, that is revenue recognition principle or revenue realization principle. സോ എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ എന്ന് നോക്കാം. സോ ദിസ് കൺസെപ്റ്റ് ഡീൽസ് വിത്ത് ദ പോയിന്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ റവന്യൂ ഈസ് ഏൺഡ്. അപ്പൊ ഈ കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? നമ്മൾ ഏത് സമയമാണ് റവന്യൂ നമ്മൾക്ക് ഏൺ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വരുമാനം ഏൺ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഏത് സമയമാണ് എന്നുള്ളതാണ്. സോ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഈസ് ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് റിയലൈസ് ചെയ്യുന്ന തുകയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വരുമാനം എന്ന് വിളിക്കുന്നത്. So revenue is recorded at the time when the ownership of goods passes from the seller to the buyer. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്? സോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയി എന്നിരിക്കട്ടെ. അപ്പോൾ
ആ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സെല്ലർ ചെയ്യുന്നത്? സെല്ലർ നമ്മളുടെ പേരിൽ ഒരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് റേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ആ ഇൻവോയ്സിന്റെ അകത്ത് ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണും, അതുപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും അല്ലെ? ആ സെല്ലർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഓണർഷിപ്പ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ? ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ റവന്യൂ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്തത്? അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയ സമയത്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് അത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുന്നു, എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്യേണ്ടത്? റവന്യൂ ഈസ് റെക്കോർഡഡ് അറ്റ് ദ ടൈം വെൻ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തത് ഏത് സമയത്താണോ ആ ഒരു സമയത്താണ് അതിന്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത്. നമ്മൾ അവിടെ ഒരിക്കലും ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടില്ല അല്ലെ? നമ്മൾ ആ പ്രോഡക്റ്റിന്റെ പൈസ കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും എന്ത് സംഭവിച്ചു? അവിടെ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി. നമ്മൾക്ക് എന്ത് വന്നു ചേർന്നു? നമ്മൾക്കൊരു ബാധ്യത വന്നു ചേർന്നു, ലീഗലി ബാധ്യത വന്നു ചേർന്നു. നമ്മൾ ആ പ്രോഡക്റ്റിന്റെ പൈസ, ആ മൂല്യം നമ്മൾ ആ ഒരു സെല്ലർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ അവിടെ വന്നു ചേർന്നത് കൊണ്ട് ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാം? അവരുടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് us move to the next principle, that is matching principle. Matching principle എന്താണ് പറയുന്നത് നോക്കാം. So in order to ascertain the profit or loss of a business, the cost incurred during the accounting period must be matched against the revenue earned during the period. So ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഈ ഫിനാൻഷ്യൽ ഇയറിലെ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിംഗ് പീരീഡിലെ എക്സ്പെൻസ് ഇതേ അക്കൗണ്ടിംഗ് പീരീഡിലെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10 ഷർട്ട് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. 10 ഷർട്ടിന് നമുക്ക് എത്ര രൂപയാണ്? 100 രൂപ. അപ്പൊ എത്ര രൂപയായി? ടോട്ടൽ കോസ്റ്റ് 1000 രൂപയായി അല്ലെ? അതിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമുക്ക് 5 ഷർട്ട് വിൽക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു ഷർട്ടിന്റെ വില 180 രൂപ വെച്ചിട്ട് എത്ര രൂപ കൂടി? 50 രൂപ കൂട്ടിയാണ് നമ്മൾ വിൽക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 150 × 5 750 രൂപ നമ്മൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലാഭമുണ്ടോ? അതായത് നമ്മൾ 10 ഷർട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് മേടിച്ചു? 1000 രൂപയ്ക്ക്. 1000 രൂപയ്ക്ക് മേടിച്ച ഷർട്ട് 750 രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ബാക്കി 250 രൂപ ലോസ് ആണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം 10 ഷർട്ടുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്ക്? 1000 രൂപയ്ക്ക് അല്ലെ? അതിൽ എത്ര ഷർട്ടേ നമ്മൾ വിറ്റുള്ളൂ? നമുക്ക് വിൽക്കാൻ സാധിച്ചത് 5 ഷർട്ടേ വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ 5 ഷർട്ടിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? 5 ഷർട്ട് നമ്മൾ മേടിച്ചത് 100 രൂപയ്ക്കായിരുന്നു, ശരിയാണ്? അപ്പം 5 ഷർട്ടിന് 100 രൂപ വരുമ്പോ അതിന് എത്രയേ കോസ്റ്റ് ആയിട്ടുള്ളൂ? 500 രൂപയെ കോസ്റ്റ് ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ റവന്യൂ എത്രയാണ്? 5 ഷർട്ടിന് 150 രൂപ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി? 750 രൂപ കിട്ടി. അപ്പൊ 500 രൂപ കോസ്റ്റ് ആയതിന് നമ്മൾക്ക് എത്ര രൂപ കിട്ടി? 750 രൂപ കിട്ടി. അപ്പോൾ എത്രയാണ് നമ്മുടെ ലാഭം? 250 രൂപയാണ് ലാഭം. അപ്പോൾ നമുക്ക് കിട്ടിയ റവന്യൂ നമ്മളുടെ കോസ്റ്റുമായിട്ട് അവിടെ മാച്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇറ്റ് മീൻസ് ദാറ്റ് all the incomes and expense relating to the financial period to which the accounts relates should be taken into account without regard to the date of receipt or payment. ഇനി മാച്ചിങ് പ്രിൻസിപ്പിൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണത്? എല്ലാ ഇൻകംസും എക്സ്പെൻസും ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യണം. അതിൽ എന്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല? അതിൽ ക്യാഷ് റിസീവ് ചെയ്തോ അതുപോലെ തന്നെ പേയ്മെന്റ് കൊടുത്തോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യരുത്. ആ ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് ആണെങ്കിൽ, ആ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആണെങ്കിലും ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് മാച്ചിങ് പ്രിൻസിപ്പിളിൽ രണ്ടാമതായിട്ട് പറയുന്നത്. സോ I suppose matching principle you could understand very well. The next principle, that is principle of conservatism. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യാഥാസ്ഥിതിക ബോധത്തോടു കൂടി അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അല്ലേ? സോ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് when you prepare a financial statement or accounts, all the future losses, all the possible losses should be considered and accounted in your books of accounts.
അപ്പൊ ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നമ്മൾ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ബിസിനസ്സിൽ സംഭവിച്ചേക്കാവുന്ന നഷ്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആന്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മളത് കൺസിഡർ ചെയ്ത് അതിനുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് സിമിലർലി all future possible profit cannot be accounted in the accounts. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾക്കൊരു ലോസ് ഒരു പ്രോഫിറ്റ് വരുന്നുണ്ട് എങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്കൗണ്ട് ചെയ്യാൻ പാടില്ല. അത് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആണ് എങ്കിൽ നമ്മൾ ഒരിക്കലും അത് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. This principle state that one should make provision for all their losses, but in case of profit one need to wait until the business earn profit. അപ്പൊ ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പിൾ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ടായേക്കാവുന്ന എല്ലാ നഷ്ടങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ പ്രോഫിറ്റിന്റെ കാര്യത്തിലോ അത് റിയലൈസ് ചെയ്യുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെ? ധാരാളം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം, കോവിഡ് പോലെയുള്ള ഒരു സാഹചര്യത്തില് അപ്പോൾ ക്രെഡിറ്റ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് നഷ്ടസാധ്യത ഉണ്ട് എങ്കിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആർ ഡെബ്റ്റ്സ് ദാറ്റ് ഹാവ് ചാൻസസ് ഓഫ് നോട്ട് ബീയിങ് റിക്കവേർഡ്. ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരിക്കലും റിക്കവർ ചെയ്യാൻ സാധ്യതയില്ലാത്ത കടങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ആണ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us move to the last principle of this heading, that is principle of full disclosure. അപ്പൊ ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്, അല്ലെ? As per this principle, accounting statement should disclose all material facts for the benefit of the users. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂസേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോക്താക്കളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും, എല്ലാ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തിരിക്കണം? വെളിപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ട്രേഡ് സീക്രട്സ് or similar matters must be made public. ഇതിന് എല്ലാ കാര്യങ്ങളും പബ്ലിക് ആക്കണം, അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് അതുപോലെ തന്നെ ബിസിനസിൻ്റെതായിട്ടുള്ള രഹസ്യ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യണമെന്നുള്ള ഒരു അർത്ഥം ഇതിനില്ല എന്നുള്ള വിവരം പറഞ്ഞിരിക്കുന്നു. Some facts may be disclosed as footnotes or notes to accounts. For example, method of valuation of stocks, contingent liabilities of an organization, etc. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് നോട്ട്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ് എന്നാണ് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് നോട്ടായിട്ട് കൊടുക്കണം. അത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടിജന്റ് ലയബിലിറ്റി, അത് ലയബിലിറ്റി ആകുമെന്ന് അറിയില്ല, അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കണ്ടിജന്റ് ലയബിലിറ്റി. അതുപോലെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് നോട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.